ഞരളത്ത് ഹരിഗോവിന്ദനെ പോലുള്ള ആൾക്കാർ പറയുന്നത് പോലെ പറയണം. ഗുരുവായൂരപ്പൻ വിചാരിച്ചാലും ഗുരുവായൂരിൽ ജയിക്കില്ല, ഗുരുവായൂരപ്പൻ മത്സരിച്ചാലും ഗുരുവായൂരിൽ ജയിക്കില്ല എന്നാണ് അയാൾ പറഞ്ഞത്. മനസ്സിലായില്ലേ? സോപാന സംഗീതം പാടി ഇക്കണ്ട കാലം ഉപജീവനം കഴിച്ച് സോപാന സംഗീതം പാടി ഭൂലോക വൈകുണ്ഠനാണ് ഭഗവാൻ എന്ന് സോപാന സംഗീതം വായിക്കുന്ന പറയുന്ന ഞരളത്ത് ഹരിഗോവിന്ദൻ ഗുരുവായൂരപ്പൻ മത്സരിച്ചാലും ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സോപാന സംഗീതം ഇടയ്ക്കെടുത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ട് ബാങ്ക് വിളിക്കാൻ പോകുന്നതാണ് നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അങ്ങനത്തെ ഭാഷ പറയാൻ എനിക്ക് സൗകര്യമില്ല. ഈ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അയാൾ ആരാന്ന് തന്നെ എനിക്ക് സത്യത്തിൽ അറിയില്ല. അയാളിപ്പോൾ ഈ കുറേ വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഫ്ലക്സ് ബോർഡ് വെക്കുകയും ഗുരുവായൂരിൽ എന്താണ് ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമേ ജയിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പൊട്ടത്തരങ്ങൾ പറയുന്നൊരു പ്രാന്തനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ പ്രാന്തന്മാർക്ക് പൊതുവേ നമ്മൾ മറുപടി പറയാറില്ല ഞാൻ. കാരണം അങ്ങനെ ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനോട് ഇപ്പോൾ ഞാൻ വീഡിയോ കണ്ടു, ഇപ്പോൾ ആരോ കാണിച്ചു തരാണ് എനിക്ക് ചെയ്തത്. ആൾക്കാരെന്നോട് പലരും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനൊന്നും ഞാൻ വില കൽപ്പിക്കാറില്ല, അതിന് പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഈ അദ്ദേഹം വേറെന്തോ ചോദ്യത്തിൻ്റെ ഇടയിലാണ് യാതൊരു പ്രസക്തിയുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണത് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടത്. ജയിക്കുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഞരളത്ത് ഹരിഗോവിന്ദനെ കോട്ട് ചെയ്തത്. എന്തായാലും അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഞരളത്ത് ഹരിഗോവിന്ദൻ കാരണം വല്ലാതെ അസ്വസ്ഥരായിട്ടുണ്ട് അല്ലെങ്കിൽ അസ്വസ്ഥരായിട്ടുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അങ്ങനെ അസ്വസ്ഥത ഉണ്ടാവുകയും അങ്ങനെ കേരളത്തിലൊരു ചർച്ച വരികയും അങ്ങനെ യാതൊരു കുറ്റങ്ങളും ചെയ്യാതെ ഇവിടെ അവനവൻ്റെ മതവിശ്വാസങ്ങളും അവനവൻ്റെ എന്താ പറയുക പാർട്ടിയുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഇസ്ലാം മതവിശ്വാസികളെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തോന്നിവാസം പറയുന്ന എന്താ പറയുക പിശാചുക്കൾ എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ്റെ വാക്കുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇനിയിപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയാൻ പറ്റില്ലല്ലോ, തീരാൻ പോവല്ലേ, പിണറായി വിജയൻ്റെ വാക്കുകളും വെള്ളാപ്പള്ളിയുടെ വാക്കുകളും സജി ചെറിയാൻ്റെ വാക്കുകളും എ കെ ബാലൻ്റെ വാക്കുകളും എല്ലാം ഒരേ സ്വരത്തിലായി വരുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അടിയന്തരമായി ഇവിടെ ഒരു വംശീയ ധ്രുവീകരണത്തിനുള്ള പടയൊരുക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ ഒരു വ്യക്തത എന്നിൽ തെളിഞ്ഞത് കൊണ്ടാണ് ഇലക്ഷൻ നോമിനേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ചെന്ന് നേരിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഒരു അംഗത്വം എടുത്തത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം എനിക്കറിയാമായിരുന്നു. ഇവരുടെയൊക്കെ ഉള്ളിലുള്ള വിഷം പുറത്തേക്ക് വരുന്നുണ്ടല്ലേ, ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ എത്ര ഭയന്നിട്ടാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഞരളത്ത് ഹരിഗോവിന്ദനെ അവഗണിച്ച് വിട്ടാൽ പോരെ? ഞരളത്ത് ഹരിഗോവിന്ദൻ ബാങ്ക് വിളിക്കണോ, ഇടയ്ക്ക് കൊട്ടി പാട്ട് പാടണോ, സോപാന സംഗീതം പാടണോ, അഷ്ടപതി പാടണോ, പുഴയെക്കുറിച്ചോ പുല്ലിനെക്കുറിച്ചോ മണ്ണിനെക്കുറിച്ചോ മഴയെക്കുറിച്ചോ അല്ലെങ്കിൽ മതവിദ്വേഷത്തിനെതിരായോ പാടണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഞരളത്ത് ഹരിഗോവിന്ദൻ മാത്രമാണ്. അതിൽ മറ്റൊരാൾക്കും പങ്കില്ല. അവർക്കതിന് ഇവരുടെയൊക്കെ വിചാരം ഇവർ മൊത്തം ഹിന്ദുക്കളുടെ മൊത്തക്കച്ചവടക്കാരാണ് എന്നുള്ള വലിയ തെറ്റിദ്ധാരണയിലാണ് ഈ വങ്കത്തരങ്ങളൊക്കെ പറയുന്നത്. അത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. ആ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്നുള്ള അപകടകരമായ സാഹചര്യത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാനൊരു വലിയ സന്ദേശവും പ്രതിരോധവും എന്ന നിലയ്ക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ചേർന്നിട്ടുള്ളത്. ഒരു പ്രത്യേക വിഭാഗത്തെ, ഞാൻ മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറത്ത് ജനിച്ചു വളർന്നിട്ട ആളാണ്. ആ അങ്ങാടിപ്പുറത്ത് ജനിച്ചു വളർന്ന എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവിൻ്റെ ജീവിതകാലം മുതൽക്ക് തന്നെ ഈ പറയുന്ന ആളുകളൊന്നും, ഇന്നിപ്പോൾ എൻ്റെ അച്ഛൻ്റെ മഹത്വം പറയുന്ന ആളുകളോ അല്ലെങ്കിൽ സോപാന സംഗീതത്തിൻ്റെ മഹത്വം പറയുന്ന ഗോപാലകൃഷ്ണനൊന്നും ഞരളത്ത് രാമപുരം ആരാന്നും മനസ്സിലാക്കിയിട്ടില്ല. സോപാന സംഗീതം എന്താണെന്ന് കേട്ടിട്ടില്ല. ഇവനൊക്കെ ക്ഷേത്രനടയിൽ പോയി ഈ പറയുന്ന പരിപാവനമായ സോപാന സംഗീതം എന്നൊക്കെ പറയുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ പോയെന്ന് കേട്ടിട്ട് മനസ്സിലാക്കിയതാണോ? അങ്ങനെയാണെങ്കിൽ അയാളോടൊരു കാര്യം പറയാം, ഗുരുവായൂർ അമ്പലത്തിൽ പോലും സോപാന സംഗീതം പാടുന്നില്ല, ഇടയ്ക്ക കൊട്ടി അഷ്ടപതിയാണ് പാടുന്നത്, അതെന്താണെന്നുള്ളത് പോയി പഠിക്കാൻ പറയും. അത്തരത്തിൽ യാതൊരു അറിവുമില്ലാത്ത ഇത്തരത്തിലുള്ള ആനവങ്കന്മാരോട് മറുപടി പറയുന്നത് തന്നെ എനിക്ക് സത്യം പറഞ്ഞ നാണക്കേടാണ്. എന്തായാലും എനിക്ക് ബാങ്ക് വിളിക്കണോ സോപാന സംഗീതം പാടണോ എന്നൊന്നും തീരുമാനിക്കാനുള്ള യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും ഗോപാലകൃഷ്ണനെ പോലുള്ള ആർക്കും ഈ സമൂഹം നൽകിയിട്ടില്ല. കുറേ ആളുകൾ എന്നെ ഇനി അമ്പലത്തിൽ കയറ്റി പാടിക്കരുതെന്ന് പറയുന്നുണ്ട്. ഈ പൊട്ടന്മാർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് ഈ സംഗീതത്തെ പുറത്തേക്ക് കൊണ്ടുവന്ന ആളാണ്. അതുകൊണ്ടാണ് ഇവരൊക്കെ സോപാന സംഗീതം എന്താണെന്ന് ഈ തിട്ടൂരം ഇറക്കുന്ന ആളുകളൊക്കെ, ഇതിലിപ്പോൾ CPM ഉണ്ട് കേട്ടോ, LDF ഉണ്ട്. ഞാൻ ലീഗിൽ ചേർന്നതിൽ ഈ സംഘപരിവാരത്തിൻ്റെ മറ പിടിച്ച് ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ആളുകൾ CPM-ലുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തിട്ടൂരമൊന്നും ഇറക്കിക്കൊണ്ട് എന്നെ പോലത്തെ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള കലാകാരന്മാരെയോ കലാകാരികളെയോ ഒന്നും വരട്ടാമെന്ന് ഗോപാലകൃഷ്ണ താങ്കളല്ല, താങ്കളുടെ ഞാൻ
അതിലേക്കൊന്നും കടക്കുന്നില്ല. താങ്കൾ ഗോപാലകൃഷ്ണനാണെങ്കിൽ ഞാനൊരു ഹരിഗോവിന്ദനാണ് എന്നുള്ള കാര്യം മറക്കണ്ട. ലീഗിൻ്റെ CH റഷീദിൻ്റെ പ്രചരണ പരിപാടിയിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന റഷീദിൻ്റെ പ്രചരണ പരിപാടിയിൽ ഞാൻ വന്ന് കരുണ ജൈവാനന്ദ താമസം കൃഷ്ണ, വന്ദേ മൂന്ത ഹരേ തുടങ്ങിയിട്ടുള്ള പാട്ടുകൾ ഇടയ്ക്കൊട്ടി പാടിയ സമയത്ത് റഷീദ് എന്ന് പറയുന്ന ലീഗിൻ്റെ ജില്ലാ ഭാരവാഹിയാണ് എനിക്ക് മൈക്ക് പിടിച്ചു തന്നത്. ഇന്ന് വരെയും ഈ പറയുന്ന ഗോപാലകൃഷ്ണനോ ഗോപാലകൃഷ്ണൻ്റെ അതേപോലത്തെ പ്രാന്തമുള്ള ആളുകളോ ഗുരുവായൂർ പരിസരത്ത് വിളിച്ചിട്ട് ഞരളത്ത് ഹരിഗോവിന്ദനെ ഒരു തവണ പോലും പരിസരത്ത് എവിടെയെങ്കിലും വിളിച്ചിട്ട് ഒരു പാട്ട് പാടിക്കാനുള്ള എന്താ പറയുക ചങ്കൂറ്റമോ കലാബോധമോ കാണിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഞാൻ എന്ത് പാടണമെന്ന് തീരുമാനിക്കാനുള്ള യാതൊരു അവകാശവും നിങ്ങൾക്കാർക്കും ആരും എഴുതി തന്നിട്ടില്ല. അതിലൊന്നും ഇളകുന്ന മനസ്സുമല്ല. അങ്ങനെയൊക്കെ ഉണ്ടായി പലരും അവകാശവാദം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞരളത്ത് രാമപൊതുവാളും ഞരളത്ത് ഹരിഗോവിന്ദനും റോട്ടിലും വീട്ടിലും കാട്ടിലൊക്കെ പോയി പാടി നടന്നിട്ട് തന്നെയാണ് ഈ സോപാന സംഗീതം എന്ന കലാരൂപം നിങ്ങൾ യൂട്യൂബിൽ എവിടെയും ഇവിടെയൊക്കെ കാണാൻ തുടങ്ങിയത്. അല്ലാണ്ട് നിങ്ങളാരും അമ്പലനടയിൽ പോയിട്ട് പരിശുദ്ധമായ ഈ പാട്ട് കേട്ടിട്ട് അയ്യോ അത് മഹത്തരമായൊരു സംഗീതമാണല്ലോ, അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ എന്ന് കരുതിയിട്ടൊന്നുമല്ല. നമ്പൂരിക്ക് ദക്ഷിണ കൊടുക്കുമ്പോഴും സോപാനക്കാരന് 10 പൈസ കൊടുക്കാതെ അവഹേളിച്ച ഒരു വലിയ കാലമാണ് കടന്നുപോയത്. അതിൽ നിന്ന് അതിനെ മോചിപ്പിച്ചെടുത്ത ആളാണ് എൻ്റെ പിതാവും ഞാനും. അതുകൊണ്ട് ഞങ്ങളോട് അത്തരത്തിലുള്ള വിരട്ടലൊന്നും വേണ്ട. എനിക്ക് മാപ്പിളപ്പാട്ട് പാടാൻ തോന്നി. ഞാൻ പണ്ടും പാടിയിട്ടുണ്ട്, റംലാൻ ഗീതം പാടിയിട്ട് ഇതേ കുപ്പായിട്ട് ഞാൻ റംലാൻ ഗീതം പാടിയിട്ടുള്ള എന്താ പറയുക ഒരു വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട് 20ഓളം വർഷങ്ങൾക്ക് മുമ്പ്. ഇനിയും ഞാൻ അതും പാടി. എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ പാടുന്നേ, എനിക്ക് ഇഷ്ടമുള്ള എല്ലാ പാട്ടും പാടും. ഈ ഇടയ്ക്ക ആരുടെയും തറവാട്ട് സ്വത്തല്ല, ഈ പാട്ടുരൂപം ആരുടെയും തറവാട്ട് സ്വത്തല്ല, എൻ്റെ തൊണ്ട ആരുടെയും തറവാട്ട് സ്വത്തല്ല. ആർക്കും അതിൽ യാതൊരു ഇടപെടുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള എന്താ പറയുക അവകാശങ്ങളുമില്ല, അധികാരങ്ങളുമില്ല. പൊതുവെ സാധുക്കളായിട്ടുള്ള കുറേ ഹിന്ദു ക്ഷേത്ര വിശ്വാസികളുണ്ട്. അവരെ ഈ ക്ഷേത്രവും വെച്ച് ഈ ചൂഷണം ചെയ്യുന്ന ഈ സംഘപരിവാരത്തിൻ്റെയും സഖാക്കളുടെയും കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള വല്ല പ്രവർത്തനം ചെയ്യാനുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണ അതിന് ശ്രമിക്കൂ.